God's word. ദൈവത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. If you will, kindly turn with me to the book of Mark. ദയവായി മാർക്കോസ് സുവിശേഷത്തിലേക്ക് പോകാം. Number one, I need to correct something which I said last week. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു. One or two of you pointed it out to me. ഒന്ന് രണ്ട് പേര് അതിനെ കാണിച്ചു. It is in Mark chapter 6. മാർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. Verses 36. 36-ാമത്തെ വാക്യം. Send them away is a word that the disciples spoke, not Jesus spoke. അവരെ വിട്ടയച്ചു, അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞത് ശിഷ്യന്മാരാണ് പറഞ്ഞത്, യേശു അല്ല. I had interpreted it as Jesus said. യേശു പറഞ്ഞതാണ് ഞാനത് വ്യാഖ്യാനിച്ചത്. That is a mistake on my part. I apologize. It is the Lord, it is the disciples who said it, not Jesus. എൻ്റെ ഭാഗത്തു നിന്ന മിസ്റ്റേക്ക് ആണ്, ഞാൻ അതിനായിട്ട് ക്ഷമ ചോദിക്കുന്നു. Hallelujah. യേശു അല്ല, ശിഷ്യന്മാരാണ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. The minutest details. The minutest detail must be taken care of. Amen. ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. Hallelujah. Thank you for bearing with me and forgiving me. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് എന്നോട് ക്ഷമിക്കുന്നതിനായിട്ട് നന്ദി. Verse 38. We take off today from verse 38. We were talking about the miracle of increase. വർദ്ധനവിന്റെ അല്ലെങ്കിൽ അത്ഭുതത്തെ പറ്റി പറയുകയായിരുന്നു. The Lord is going to minister to us, has been ministering to me, and is ministering to the church as in general about the miracle of increase. വർദ്ധനവിന്റെ അത്ഭുതത്തെ പറ്റി നമ്മളോടും സഭയോടും ദൈവം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. Hallelujah. I'm going to read those parts. Verse 38 onwards. He said to them, "How many loaves do you have? Go and see." And when they found out, they said, 5 and 2 fish. Then he commanded them to make them all sit down in groups on the green grass. So they sat down in ranks, in hundreds and in 50s. And when he had taken the 5 loaves and the 2 fish, he looked up to heaven, blessed, broke the loaves, gave them to his disciples to set before them, and the 2 fish he divided among them all. So they all ate and were filled. And they took up 12 baskets full of fragments and of the fish. Now those who had eaten the loaves were about 5,000 men. ആമേൻ. അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ട് എന്ന് ചെന്ന് നോക്കുവിനെന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗ്ഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണങ്ങളും മീൻ നുറുക്കളും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാരായിരുന്നു. Hallelujah. This is what I call is a miracle of increase. വർദ്ധനവിന്റെ അത്ഭുതമെന്ന് ഞാൻ ഇതിനെ വിളിക്കുന്നു. Number one, precious people, I want you to know God is interested in seeing your increase and your goodness and your prosperity. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ താല്പര്യം നിങ്ങളുടെ വർദ്ധനവ്, നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും നന്മയുമാണ് ദൈവത്തിന്റെ ഇഷ്ടം. God wants to see that in your life. നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്. God is not particularly interested in poverty unless he has a clear plan in that. ആമേൻ. പ്രത്യേകത്തിന് ദൈവത്തിന് ഒരു ഉദ്ദേശമില്ലാത്തിടത്തോളം കാലം നിങ്ങൾ ദരിദ്രരാകുവാൻ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ല. Yes, sometimes we go through situations in life when we see that some blessings are blocked. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടത് നമ്മൾ കാണും. And there is a reason for that. എന്നാൽ അതിനൊരു കാരണമുണ്ട്. God is giving you something supernatural. ഹല്ലേലൂയ. അഭൗമികമായ എന്തോ പിന്നെ ദൈവം നിങ്ങൾക്ക് തരാനുണ്ട്. God gives it to you in your poverty. അത് നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ അത് ദൈവം തരും. When he gives it to you, then your poverty changes and you become, riches follow you. ആമേൻ. അത് ദൈവം തരുമ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യം മാറി നിങ്ങൾ സമ്പന്നരായി തീരും. As a rule, I want you to know God wants to see his children happy and prosperous and peaceful. ആമേൻ. ദൈവത്തിന്റെ നിയമം ഇതാണ്, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ സന്തോഷവും സമാധാനവും സമ്പന്നരുമായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു. So if you are not in a position where God wants you to be, if you are not in a position where God wants you to be, ആമേൻ, നിങ്ങൾ ആയിരിക്കേണ്ട ഒരു സ്ഥാനത്തല്ല നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, remember God is dealing with you. God has something to deal with you. നിങ്ങളുമായിട്ട് ദൈവത്തിന് ഇടപെടാനുണ്ട്. I will give you an example. ഉദാഹരണം പറയാം. Joseph was in the prison. ജോസഫ് പ്രിസണിലായിരുന്നു. Was it God's desire that he should be in the prison all the days of his life? ജീവിതകാലം മൊത്തം കാരാഗൃഹത്തിൽ കിടക്കണമെന്നായിരുന്നു ദൈവത്തിന് ജോസഫിനെ പറ്റിയുള്ള ആഗ്രഹം. No, it was not God's plan. ദൈവത്തിന്റെ പദ്ധതി അല്ലായിരുന്നു. But the fact that he was in the prison served greater purposes of God. എന്നാൽ കാരാഗൃഹത്തിൽ കിടത്തുന്ന മുഖാന്തരമായി ദൈവത്തിന്റെ പദ്ധതികൾ അവനിൽ വലുതായി വെളിപ്പെടാനിടയായി. Was Paul in the prison for the wrong reasons? തെറ്റായ കാരണത്തിനാണോ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത്? Even God had a plan for Paul. പൗലോസിന് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. And that time in the prison turned out to be greater blessing for the body of Christ. എന്നാൽ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്ന നിമിത്തമായി ദൈവസഭയ്ക്ക് വലിയ അനുഗ്രഹം ഉണ്ടായി. What was a great blessing?
എന്താണ് വലിയ അത്ഭുതം? Many of the scriptures was written in the prison. When Paul was in the prison, it has become a blessing even for us. ആമേൻ. നമുക്ക് പോലും എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹമാകുന്ന രീതിയിൽ ദൈവത്തിന്റെ തിരുവചനങ്ങൾ അനേകമായി എഴുതപ്പെട്ടത് ആ So കാരാഗ്രഹത്തിൽ. if you are in a situation where you think you are in a prison, remember God's greater plans are being unfolded in your life. ആമേൻ. നിങ്ങൾ ദൈവം ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് ഒരു കാരാഗ്രഹത്തിൽ ആയിരിക്കുന്നു, തടവറയിലായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ വെളിപ്പെടാൻ പോവുകയാണ്. So be happy if you are going through difficulties of life. അതുകൊണ്ട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ സന്തോഷിക്കുക. Rejoice and be exceedingly glad. ഓ അത്യധികമായി സന്തോഷിക്കുക. Because something awesome is on the way for you. കാരണം ശ്രേഷ്ഠമായി നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. God's delays we know is not his denial. ആമേൻ. ദൈവത്തിന്റെ ഒരു കാര്യം താമസിച്ചു എന്ന് വിചാരിച്ച് ദൈവം അത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. Hallelujah. Amen. It shall surely come. അത് നിശ്ചയമായി വരും. And God's desire is that you live in peace, in prosperity, in love. You be able to give to the kingdom of God. ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ സന്തോഷമുള്ളവരായി, സുഭിക്ഷരായി, സന്തോഷത്തോടെ, സമാധാനത്തോടെ ധാരാളമായി ദൈവത്തിന് കൊടുക്കുന്നവരായി ജീവിക്കാനാണ്. It is with this attitude that we should listen to the word of God today. ഈ മനോഭാവത്തോടെ ദൈവത്തിനെ ശ്രദ്ധിക്കണം. Hallelujah. Amen. Number 1, let's see what Jesus does in the miracle. അത്ഭുതത്തിൽ എന്താണ് യേശു ചെയ്തത്? Between verse 37 and 38, 38 വാക്യങ്ങൾക്കിടയിൽ there is a gap. ഒരു ഗ്യാപ്പ് കാണാം. That is a gap of poverty. അത് ദാരിദ്ര്യത്തിന്റെ ഗ്യാപ്പാണ്. You see that? Praise the Lord. Verse 37, 37 വാക്യം. the disciples have come to a place where they don't know what to do. ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥ. The money in the bank is not enough. കയ്യിലുള്ള പണം തികയുന്നില്ല. Calculation. ഓ കണക്ക് കൂട്ടൽ നോക്കി. Plane ticket പ്ലെയിൻ ടിക്കറ്റ് കണക്ക്. to go to Florida. ഫ്ലോറിഡയിൽ പോകാനുള്ള $200. $200. Hallelujah. Amen. The plane ticket to go to Arizona. ഹല്ലേലൂയ. അരിസോണയിൽ പോകാനുള്ള പ്ലെയിൻ ടിക്കറ്റ്. But there is only $100 in the bank. ബാങ്കിൽ 100 രൂപയേ ഉള്ളൂ. That won't help. അതുകൊണ്ട് സഹായിക്കപ്പെടത്തില്ല. What to do? തികയത്തില്ല. That is the situation which the disciples of Jesus are in. ഇപ്പോൾ അതുപോലെ സാഹചര്യത്തിലാണ് ശിഷ്യന്മാർ. Hallelujah. They have come to the end of their own provision. ഹല്ലേലൂയ. അവർക്ക് ഉണ്ടാകാതിരുന്ന അവരുടെ റിസോഴ്സ് മൊത്തം തീർന്നു. They can't do anything more. ഒന്നും അതിനപ്പുറം ചെയ്യാൻ പറ്റത്തില്ല. Finance is not allowing. ഹല്ലേലൂയ. സാമ്പത്തികം അനുവദിക്കുന്നില്ല. Health is not allowing. ആരോഗ്യം അനുവദിക്കുന്നില്ല. Everything has come to a standstill. എല്ലാം ഒരു ഡെഡ് എൻഡിൽ വന്നിരിക്കുന്നു. Now Jesus begins to work. ഇപ്പോൾ യേശു പ്രവർത്തിക്കാൻ പോകുന്നു. Number 1, look at the way Jesus works. യേശു പ്രവർത്തിക്കാൻ നോക്കാം. What do you have in your hand? യേശു ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? Hallelujah. Amen. What do you have in your hand? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ആകപ്പാട് കഷ്ടതയും നിരാശയും പട്ടിണിയും. Amen. It's all poverty and sickness and problem. A lot of people are like that. അനേകർ എങ്ങനെയാണ്? What is in their hand? They only have difficulty and sorrow and pain. That is all they have. എന്തുണ്ടെന്ന് ചോദിച്ചാൽ കഷ്ടതയും നിരാശയും ദുഃഖവും മാത്രം. I'll tell you a secret. രഹസ്യം പറയാം. Though we laughed it off, അല്ല നമ്മൾ ചിരിച്ചു you കളയുമെങ്കിലും can give even that to God. അതുപോലെ ദൈവത്തിന് കൊടുക്കാം. Because God does not say, He's not specific about what He wants to see in your hand. He says, what is there in your hand? നിങ്ങളുടെ കയ്യിൽ നല്ലത് വല്ലതും ഉണ്ടോ? നല്ല ദൈവം ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് കൊണ്ടുവരണം. How many people have something in your hand today? എത്ര പേർക്ക് എന്തെങ്കിലും ഉണ്ട് കയ്യിൽ? Just lift your hands and say, thank you, Lord. ആമേൻ. ഉള്ളതിനായിട്ട് നന്ദി എന്ന് പറയുക. It may be pain, it may be sorrow, it may be labor, it may be anything. Whatever it is, bring it to the Lord today. ആമേൻ. കഷ്ടതയാകട്ടെ, നിരാശയാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, അത് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക. What a wonderful God we serve. ഓ എത്ര നല്ല ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. Hallelujah. Amen. And then Jesus takes into account what you and I have. ആമേൻ. നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത് യേശു കണക്കാക്കി. He says, what do you have? Go and see. Yes. ആമേൻ. യേശു പറഞ്ഞു പോയി നോക്ക് Go എന്തുണ്ട്. and see what you have. നിങ്ങൾക്ക് എന്തുണ്ടെന്ന് നോക്കുക. When they found out, they said 5 and 2 fish. അവരെ പോയി നോക്കിയിട്ട് പറഞ്ഞു 5 അപ്പവും 2 മീനുമുണ്ട്. Now when the disciples were, let the children have a wonderful time. It's okay. I love them. Let them shout and squeal. This is the kingdom of God. Somebody shout an amen, please. ദൈവരാജ്യമാണ്, കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. This is not the Pharisees' tent. ഇത് പരീശന്മാരുടെ കൂടാരമല്ല. We must have self-control to listen to the word of God, even if children shout. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഇവിടെ ശല്യം ഉണ്ടാക്കിയാൽ തന്നെ ദൈവത്തിനെ കേൾക്കുവാനുള്ള സെൽഫ് കൺട്രോൾ നമുക്ക് If they don't get the freedom in the church, where do you think they'll get the freedom? സഭയിൽ അവർക്ക് ആ സ്വാതന്ത്ര്യം കിട്ടില്ല. എവിടെ അവർക്ക് കിട്ടും? I don't want any of our children to be lost in front of the internet. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഇന്റർനെറ്റിന് മുമ്പിൽ നഷ്ടപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല. I'm going to bring this next generation in the name of the Lord. The Lord is going to do it. Get them out of that mess in Jesus. ആമേൻ. ആമേൻ. അടുത്ത തലമുറ ആ മെസ്സിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. Somebody shout an amen. ആമേൻ. Hallelujah. Praise the Lord. Now you see, Jesus is saying, go and see.
യേശു പറയുക നിങ്ങൾ പോയി കാണുക. This, how many of you want to know how to do a miracle? Come on. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യാൻ എത്ര പേർക്ക് First ആഗ്രഹമുണ്ട്? of all, find out your need. ഒന്നാമത് നിങ്ങളുടെ ആവശ്യം Then കണ്ടെത്തുക. go and see what you have in relation to that need. ആ ആവശ്യം സാധിപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് കണക്കാക്കുക. Hallelujah. They went and saw. അവർ പോയി കണ്ടു. When they went and saw, they saw 2 loaves, 5 loaves and 2 fish. അവർ പോയി നോക്കിയിട്ട് മനസ്സിലായി 5 അപ്പവും 2 മീനും And ഉണ്ട്. they brought it to Jesus. അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. Next, verse 39, Jesus commanded them to make them all sit down in groups on the green grass. ഹല്ലേലൂയ. അടുത്തതായിട്ട് യേശു കർത്താവ് പറയാണ് അവരെല്ലാം പച്ചപ്പുല്ലിൽ പന്തിപന്തിയായി ഇരുത്തുക. What do you think Jesus is doing? എന്താണ് യേശു ചെയ്യുന്നത്? Jesus is developing as time, a time of expectation. ഹല്ലേലൂയ സ്തോത്രം. ഇവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ കർത്താവ് വളർത്തിയെടുക്കുക. Listen to this carefully. ആമേൻ. ശ്രദ്ധിക്കുക. Before you begin to see an increase, we must have in our hearts and in our minds a situation of expectation. ഹല്ലേലൂയ. നമ്മളൊരു വർധനവ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഒരു വർധനവിനെ പറ്റി ഒരു പ്രതീക്ഷ ഉണ്ടാകണം. If you are in a need today, you will be expecting something to happen. ആമേൻ. നിങ്ങളൊരു ആവശ്യത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. If you are hungry, you will want some food. നിങ്ങൾ വിശന്നിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഭക്ഷണം വേണം. And the Bible says he has filled the hungry with good things. ആമേൻ. ദൈവവചനം പറയുന്നു അവൻ ആർത്തിയുള്ളവരെ നന്മ കൊണ്ട് നിറച്ചു. Are you following the miracle? Amen. Follow the Amen. miracle. Jesus is creating or developing or designing or forming or reforming a situation where people are getting ready. They're saying he has been preaching the word of God. Now he's telling us to sit in groups. Expectation, creating expectation. ആമേൻ. ദൈവം അവരുടെ ഉള്ളിൽ, യേശു അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ വളർത്തുകയാണ്. ആദ്യം ദൈവവചനം പറഞ്ഞ ശേഷം അവരെ ചിലത് പ്രാപിക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കിയെടുക്കുക. Groups, small groups. ആമേൻ. ചെറിയ ചെറിയ കൂട്ടങ്ങളായി പന്തിപന്തിയായി. Remember, this is the picture I want to tell you about the churches in a particular land. ഹല്ലേലൂയ. ഒരു പ്രത്യേക ദേശത്തുള്ള സഭയുടെ ചിത്രമാണിത്. We have different congregations throughout Philadelphia. ഫിലഡൽഫിയയിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കൂട്ടായ്മകളുണ്ട്. Small groups, as you can say. ചെറിയ ചെറിയ കൂട്ടായ്മകൾ. But who is feeding them? ആരാണ് അവർക്ക് ഭക്ഷിക്കാൻ Who കൊടുക്കുന്നത്? is meeting their need? ആരാണ് അവരുടെ ആവശ്യം It is നടത്തുന്നത്? the Lord Jesus Christ himself. കർത്താവ് യേശു തന്നെയാണ്. That is why, church, we must develop a love relationship with all our brothers and sisters in the church, അതുകൊണ്ടാണ് outside the church. അല്ലെ പുറത്തുള്ള എല്ലാവരുമായിട്ട് നല്ല സ്നേഹബന്ധം പുലർത്തേണ്ടതിന്റെ ആവശ്യം അതാണ്. Now, I tell you openly, I know those are people who are listening to the thing. You know, one of the reasons why I am very particular about our people mixing with other churches is simply this. ഹല്ലേലൂയ. ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് ഞാൻ നമ്മുടെ ആളുകൾ എല്ലാവരുമായിട്ട് ഇടപെടാൻ എനിക്ക് Some of the leaders here know it. ചില നേതാക്കന്മാർക്ക് അറിയാം. I was very open-hearted. I still am. I took the liberty of taking some of our brothers to a church here. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അതിനെപ്പറ്റി വളരെ വിശാല ഹൃദയമുള്ളവരാണ്. ചില സഹോദരന്മാരെ മറ്റു ചർച്ചയിൽ പോലും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. But I tell you my experience. എന്നാൽ എൻ്റെ അനുഭവം പറയാം. One of the people who were with me came and told me the pastor of the church invited them to church on a Sunday morning. ഒരാളെ പറഞ്ഞു ഇങ്ങനെ പോയതിന്റെ ഫലമായി അടുത്ത ഞായറാഴ്ചത്തേക്ക് പാസ്റ്റർ അവരെ ക്ഷണിച്ചു. But the people were, they understood. They said, we have a pastor, we meet on Sunday morning and thank you. I said, what kind of people here? ഹല്ലേലൂയ. എന്നാൽ ആളുകൾക്ക് കാര്യം മനസ്സിലായി. അവർ ഞങ്ങളൊരു പാസ്റ്ററുടെ കൂടുന്നവരാ. There is a lot of fish outside. Go and fish there. ആമേൻ. വളരെ മത്സ്യങ്ങൾ പുറത്തുണ്ട്. എന്തുകൊണ്ട് പോയി പിടിക്കുന്നില്ല? Did you understand that? സ്തോത്രം. This is the kind of attitude which we get from people. That is why we are not able to go around and bless people. Are you following this? ആളുകളുടെ മനോഭാവം ഇതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് പോയി ആളുകളെ അനുഗ്രഹിക്കാത്തത്. We still want to do that. നമുക്കത് ആഗ്രഹമുണ്ട്. Because that's what the Lord wants to. ആമേൻ. അതാ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. Somebody shout an amen. ആമേൻ. ഹല്ലേലൂയ. Go and preach to people. We already are saved. We are in a church and we are happy. If we are not happy, we will tell the Lord. The Lord will give us a place. Don't come and pull us out from where we are. We don't want to do that. ആമേൻ. This is a curse which the devil has brought into different churches. ഹല്ലേലൂയ. ഓരോ സഭകളിൽ നിന്ന് ആടുകളെ മോഷ്ടിക്കുന്നത് ദൈവത്തിന്റെ സമ്പ്രദായമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇഷ്ടംപോലെ ആടുകൾ വെളിയിലുണ്ട്. അവരെ പോയി നേടുക എന്നുള്ളതാണ് Are you following this, people of God? മനസ്സിലാവുന്നുണ്ടോ? God has found a church. God has brought other people together. They're all living as a family. Can you imagine? One day I go to Brother George's house and slowly I begin to, what shall I say? Influence Darren. Can you imagine that? Against his dad and against his mom? Can you imagine that? You know how it will break the parents? And then fine day, Darren, come to my house. There's a special anointing there. Hallelujah. What nonsense is this? സ്തോത്രം സ്തോത്രം. സ്നേഹ കൂട്ടായ്മയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരാളെ പറിച്ചുകൊണ്ട് പോകുന്നത് എത്ര ദൈവത്തിന് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. That is not from the kingdom of God. ദൈവരാജ്യത്തിന്റെ തത്വമല്ല. These kind of practices is bringing
so much of distortion to the kingdom of God. And I want you, people of God, to set an example by trusting in the Lord with all your heart and praying that the churches in Philadelphia and all over the world will move in that brotherly love and freedom. How many people say an amen to that? ആമേൻ. ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദൈവസഭയ്ക്ക് വളരെ കോട്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളാണ് ഇതിനൊരു മാതൃകയായിട്ട് ഈ ഫിലഡൽഫിയയിലും ഈ അമേരിക്കയിലും ഒരു മാറ്റം വരുത്തുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. നമ്മളിൽ കൂടി അത് നടക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് നമ്മളിൽ കൂടെ I'll tell you one principle which the Lord has taught me, and I always do that. ദൈവം എന്നെ പഠിപ്പിച്ച ഒരു തത്വം ഞാൻ I എപ്പോഴും do പറയും. not go to the houses of other members of any other church without their pastor knowing about it. ഹല്ലേലൂയ. അവരുടെ പാസ്റ്റർമാരുടെ അനുവാദം കൂടാതെ അവരോട് ചോദിക്കാതെ ഞാൻ ഒരു വിശ്വാസികളെയും വിസിറ്റ് ചെയ്യാറില്ല. There is nothing wrong in doing that. അങ്ങനെ ചെയ്തിട്ട് തെറ്റില്ല. But you know, a church is going in a particular way. ഒരു പ്രത്യേക രീതിയിലൊരു സഭ പോവുകയാണ്. Suddenly somebody from outside comes and gives some wrong idea, some wrong teaching, that those people will feel so confused. ഹല്ലേലൂയ. പുറത്തുനിന്ന് ഒരാൾ വന്ന് ആ പഠന രീതിയെല്ലാം മാറ്റി വേറൊരു രീതി പഠിപ്പിക്കാൻ നടന്ന ആളുകൾക്ക് വളരെ ആശയക്കുഴപ്പമുണ്ടാകും. Remember, God has to bring this nation back to His vision. ആമേൻ. ഓർക്കണമേ, ദൈവം ആഗ്രഹിക്കുന്ന തന്റെ ദർശനത്തിലേക്ക് ദേശത്തെ മടക്കിക്കൊണ്ടുവരാൻ. At the same time, I am so open, as Sajin, he knows, as many of the brothers and sisters there, I'm so open when genuine men of God visits your home. I am so relieved and happy. Am I right, Sajin? ആമേൻ, ആമേൻ. Ask him. എന്നാൽ സജിമോനോട് ചോദിച്ചു നോക്ക്. Ask any brother and sister. ഏത് സഹോദരനോട് ചോദിച്ചോ, യഥാർത്ഥ ദൈവദാസന്മാർ വന്ന് നിങ്ങളെ I ശുശ്രൂഷിക്കുന്നു. had a wonderful time with Imran and Cinderella the other day. We had a wonderful man of God. What is his name, brother? Pastor Robin Barkat came from Pakistan. Amen. Wonderful man. We had a wonderful time together. So Amen. blessed we were. Amen. It's the kingdom of God expanding, you know. ആമേൻ. റോബിൻ ബർക്കത്ത് എന്ന പാസ്റ്ററുമായിട്ട് നല്ലൊരു സമയം കർത്താവ് തന്നു. അത് നല്ല അനുഭവമാണ്. ദൈവരാജ്യം വിസ്തൃതമായി വർദ്ധിക്കുകയാണ്. He has invited me to Pakistan. അദ്ദേഹം എന്നെ പാസ്റ്ററിലേക്ക് വിളിച്ചു. Somebody shout an amen. ഹല്ലേലൂയ. Praise the Lord. But we will wait on the Lord. നമ്മൾ Hallelujah. കർത്താവിന് വേണ്ടി കാത്തിരിക്കും. Hallelujah. When the Lord opens doors, we will go. Amen. ദൈവം വഴി തുറക്കുമ്പോൾ നമ്മൾ So പോകും. remember, this is the picture which God wants to have about churches. Different groups spread all over. Hallelujah. One person, the Lord Jesus Christ, ministering to the people of God. ആമേൻ, ആമേൻ. ലോകത്തിലുള്ള വ്യത്യസ്തമായ കൂട്ടായ്മകളിൽ എല്ലായിടത്തും യേശു കർത്താവ് തന്റെ ജനത്തെ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം അതാണ് ദൈവം നോക്കുന്നത്. And then verse 40, they obeyed him. ഹല്ലേലൂയ. 40-ാം ഭാഗത്ത് പറയുന്നു. So they sat down in ranks in hundreds and in 50s. ആമേൻ. എല്ലാവരെയും 100-50 അവർ Some group had 100 people, some group had 50 people. They didn't care. ആമേൻ. ചില കൂട്ടത്തിൽ 50 ഉണ്ട്, ചില 100 ഉണ്ട്. People this morning, let me tell you, I'm sorry, brother, do not be concerned about numbers. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്പർ ഗണ്യമാക്കണ്ട. Oh, when David began to take a census of Israel, it was actually, he was motivated by who? സൈറ്റൻ. The devil motivated David to take a census of Israel. ആമേൻ. ഇസ്രായേലിന്റെ സെൻസസ് എടുക്കാനെ കൊണ്ട് പിശാചാണ് ദാവീദിനെ പ്രേരിപ്പിച്ചത്. Hallelujah. ഹല്ലേലൂയ. Not God. I'll tell you a secret. ദൈവമല്ല. ആമേൻ. You know how many numbers are going to be in this church? ഈ സഭയിൽ എത്ര നമ്പർ കാണുമെന്ന് You അറിയാമോ? will not be able to count. I thank God for നിങ്ങൾക്ക് that. എണ്ണാൻ കഴിയാത്ത പോലെ. Somebody ദൈവം shout an പറഞ്ഞു. amen. ആമേൻ. Hallelujah. Praise Stotram, God. stotram. Because my God is a God of increase and He wants to bring as many people to be blessed in കാരണം our ministry. ആമേൻ. ദൈവം വർദ്ധനവിന്റെ ദൈവമായതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളവരെല്ലാം ദൈവം കൊണ്ടുവരും. Don't look at numbers. നമ്പർ നോക്കണ്ട. No, don't do that. സംഖ്യ നോക്കണ്ട. But look at if you want to count, look at the stars. ആമേൻ, ആമേൻ. എണ്ണണമെങ്കിൽ നക്ഷത്രങ്ങളെ എണ്ണിക്കും. Hallelujah. Praise So the they sat down in ranks in hundreds and in 50s. 41. When he had taken the 5 loaves and the 2 fish, that means after they were settled, after they were seated comfortably, after they were about to receive, Jesus took the loaves and the fish. ആമേൻ. അവർ 50-ഉം 100-ഉമായിട്ട് ഇരുന്നു. അവരെല്ലാം സൗകര്യപ്രദമായി സ്വസ്ഥമായി ഇരുന്ന ശേഷം യേശു കർത്താവ് തന്റെ കരങ്ങളിൽ അപ്പവും മീനും എടുത്തു. That's the way God does things. അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്. Number 1, He creates expectation. ഒന്നാമത് ദൈവം പ്രതീക്ഷ വളർത്തുന്നു. 2, are you ready to receive what God wants to give you? അതിനുശേഷം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്ന Friday we had a wonderful time of making people to receive. ആമേൻ. വെള്ളിയാഴ്ച നമുക്ക് ആളുകൾ സ്വീകരിക്കുന്ന ഒരു അനുഭവം I ഉണ്ടായി. realize that a lot of people don't want to receive. ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, അനേകർക്ക് സ്വീകരിക്കാൻ ആഗ്രഹമില്ല. Many people like to give. അനേകർ കൊടുക്കാനാണ് Our church ഇഷ്ടം. is very good givers. Praise the Lord. സഭ നല്ല കൊടുക്കുന്ന സഭയാണ്, നല്ല But കാര്യം. how many of you really want to receive? എന്നാൽ എത്ര പേര് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്? Hallelujah. Many Amen. people don't want, like I tell you, it's a great grace to receive. ഹല്ലേലൂയ. വാങ്ങിക്കുവാൻ ഒരു കൃപ വേണം. Oh, Angela, Amen. we are not, we are big people actually. We don't want anything. You Hallelujah. think they like that? സ്തോത്രം. That mistake was made by Peter. ആമേൻ. എനിക്കൊന്നും ആവശ്യമില്ല എന്നുള്ള ചിന്ത അബദ്ധമാണ്. പത്രോസിന് അബദ്ധമുണ്ടായി. No, that thing came down from heaven. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്ന് വന്നതാണ്. Peter's self-righteousness came up. I'm a Jew. I don't eat anything bad. No. ആമേൻ. എന്നാൽ പത്രോസിന്റെ സ്വയം നീതി കടന്നു. ഞാൻ യഹൂദനാണ്, ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല. What did the Lord say? You can read about that there. ആമേൻ. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. People of God, unless we receive from God, how can we give?
ആമേൻ. പ്രിയപ്പെട്ട ദൈവത്തിൽ നമുക്ക് കിട്ടിയില്ല, നമ്മൾ എങ്ങനെ കൊടുക്കും? There's a word in Malayalam called pravikya. ആമേൻ. പ്രാപിക്കുക. ആമേൻ. That means to receive. How can you receive something from God if you do not have a mentality, a psychological setup to receive something? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്വീകരിക്കുവാനുള്ള ഒരു മനോഭാവം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? Many of you have this attitude. I know you. നിങ്ങൾ പലരുടെയും ഈ മനോഭാവം എനിക്കറിയാം. I will work hard, make money and give to missions. ആമേൻ. ഞാൻ കഠിന പ്രയത്നം ചെയ്ത് പണം ഉണ്ടാക്കി മിഷൻസിന് കൊടുക്കും. Very good. നല്ല കാര്യം. Wonderful. നല്ല കാര്യം. But that is kindergarten. അല്ല, എന്നാൽ കിൻഡർഗാർട്ടൻ ലെവലേ ആവും. There's another level. വേറൊരു ലെവൽ ഉണ്ട്. What if people want to bless you with something? ആമേൻ. നിങ്ങളെ ജനം എന്തെങ്കിലും കൊണ്ട് സബ്സ്റ്റൻസ് What if somebody wants to give you a shirt? ഒരു ഷർട്ട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചാൽ? വേണ്ടായിരുന്നു. I don't need that. ആമേൻ, എനിക്ക് വേണ്ട. Hallelujah. Learn to receive. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പഠിക്കുക. Unless you receive, how can you give? നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. Jesus kept the people. He set them up with an attitude of reception to receive. ആമേൻ, ആമേൻ. സ്വീകരിക്കാനുള്ള മനോഭാവം അവർ വളർത്തി യേശു അവരെ ഇരുത്തി. Hallelujah. Praise the Lord. Then what did Jesus do? Number one, he looked up to heaven. He started praying. He said, Father, I will not do anything without your consent. I thank you for this opportunity because your name is going to be glorified. It is all about you and your kingdom. Therefore, my God, I'm going to do this miracle. That was Jesus' attitude as far as I know him. Amen. When he looked up to heaven. ആമേൻ. യേശു സ്വർഗ്ഗത്തിലേക്ക് ശേഷം ഉയർന്നു തന്റെ ദൃഷ്ടി ഉയർത്തി, തന്റെ കണ്ണുകളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ യേശുവിന്റെ പ്രാർത്ഥന ഇതാണ്: പിതാവേ, ഞാൻ അത്ഭുതം ചെയ്യണമെങ്കിൽ അങ്ങയുടെ സമ്മതവും അങ്ങയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മാത്രം ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്കായിട്ട് ഒരു അത്ഭുതം ചെയ്യണ്ട, അങ്ങ് പറഞ്ഞാൽ ഞാനിത് ചെയ്യാം, ഞാൻ ചെയ്യാനെ കൊണ്ട് ഒരുക്കമാണ് എന്ന് യേശു തന്റെ പിതാവിനോട് പറഞ്ഞു. What is our attitude when we look up to heaven? നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? Lord, if you want, bless me. പിതാവേ, അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ അനുഗ്രഹിച്ചു. If it is your will, bless me. അങ്ങയുടെ ആഗ്രഹമാണെങ്കിൽ എന്നെ അനുഗ്രഹിക്കുക. If you want, if you care to honor me. എന്നെ ബഹുമാനിക്കാൻ അങ്ങ് തീരുമാനിക്കുന്നെങ്കിൽ, If you want, Lord. അങ്ങേക്ക് വേണമെങ്കിൽ. Our attitudes. നമ്മുടെ മനോഭാവം. Attitude number 2. രണ്ടാമത്തെ മനോഭാവം. Lord, are you listening to me? I've been praying all day today. കർത്താവേ, എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ രാവിലെ തൊട്ട് പ്രാർത്ഥിക്കുന്നു. These are all negative attitudes. ഇതെല്ലാം തെറ്റായ മനോഭാവം. Your heavenly Father is waiting for you to talk to him. ആമേൻ. സ്വർഗ്ഗീയ പിതാവ് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുക. He will listen to your prayer in Jesus' name. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന യേശു പിതാവ് കേൾക്കും. Some of you need to open up your mouth and pray in secret. ആമേൻ. നിങ്ങൾ ചിലരുടെ വായ തുറന്ന് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണം. Open up, look up and pray. Lord, I want to pray. I want to pray. Teach me to pray. Teach me to pray. ഹല്ലേലൂയ. കർത്താവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നിങ്ങളുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. Church, do not get into this thing called prayerlessness. അല്ലല്ലേ, പ്രാർത്ഥന ഇല്ലായ്മയിലേക്ക് നിങ്ങൾ പോകരുത്. Preaching is good, teaching is good, but are you praying? That is the important thing. ആമേൻ. പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും എല്ലാം നല്ലതാണ്, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? 2003, the Lord told me. 2003 കർത്താവ് പറഞ്ഞു, I was going to preach somewhere. ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ He said, പോയി. spend more time in prayer. കർത്താവ് പറഞ്ഞു, അധിക സമയം പ്രാർത്ഥന Spend ചെയ്യണം. half an hour in prayer and speak 5 minutes. That is enough to bring the message. ആമേൻ. അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് 5 മിനിറ്റ് പ്രസംഗിച്ചാൽ സന്ദേശം കിട്ടും. But sometimes we have this attitude. We preach for half an hour. People don't get anything. We hardly pray for 1 minute. ആമേൻ. നമ്മൾ അരമണിക്കൂർ പ്രസംഗിക്കും, ആളുകൾക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ 1 മിനിറ്റേ പ്രാർത്ഥിക്കത്തുള്ളൂ. Let me tell you what happens in half an hour. How many of you have prayed for at least 5 hours? ആമേൻ. എത്ര പേര് 5 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ട്? 7 hours. 7 മണിക്കൂർ പ്രാർത്ഥിച്ചു. 8 hours. 8 മണിക്കൂർ പ്രാർത്ഥിച്ചു. You have good news. അല്ല, നല്ല You have company. നിങ്ങൾ കമ്പനി. Hallelujah. I don't think many people pray that long. അത്രയും നേരം ആരും പ്രാർത്ഥിക്കത്തില്ല. Maybe they pray half an hour. ചിലർ അരമണിക്കൂർ But പ്രാർത്ഥിക്കും. what do you pray for half an hour? അരമണിക്കൂർ എന്താ പ്രാർത്ഥിക്കുന്നത്? Praise the Lord. ആമേൻ. If you were to gather all your prayer points and points together, it is not more than 3 minutes. ഹല്ലേലൂയ. പോയിന്റുകളെല്ലാം എടുത്ത് നോക്കിയാൽ 3 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാ. Yes, Lord bless the pastor, bless his family, bless everybody, bless. Amen. By the time we'll be sleeping. ഹല്ലേലൂയ. പാസ്റ്ററെ അനുഗ്രഹിക്കണം, കുടുംബമായി എന്നെ അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണം. ഇത്രയും പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരും. I'll tell you how to pray. Start praying. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? How many of you like to kneel down and pray? എത്ര പേർക്ക് മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിക്കും? And how many of you kneel down and pray for 1 hour? എത്ര പേര് മുട്ടിന്മേൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കും? Oh, praise God. How many of you kneel down only and pray for 2 hours? ഹല്ലേലൂയ. അത് മുട്ടിന്മേൽ 2 മണിക്കൂർ എത്ര പേര് I have പ്രാർത്ഥിക്കും? exciting news for you. എനിക്ക് നല്ല വാർത്ത. God will listen to your prayer when you walk. നിങ്ങൾ നടക്കുമ്പോഴുള്ള പ്രാർത്ഥന പോലും ദൈവം ശ്രദ്ധിക്കും. So when you think you can't be on your knees, get up and start walking. Pray, Lord, I thank you for what you're going to do for me. Start Amen. praying when you walk. ആമേൻ. മുട്ടുമേലിരിക്കാൻ കഴിയാത്തപ്പോൾ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ, കർത്താവേ അങ്ങ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം, നന്ദി. You can sit down and pray. ഇരുന്നുകൊണ്ട് You can പ്രാർത്ഥിക്കാം. stand up and pray. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. You can even lie down and pray. Don't sleep. കിടന്നുകൊണ്ട് പോലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. You ഉറങ്ങുന്നതേ can ഉള്ളൂ. think in your mind and pray. നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നു. And many of you have been gifted with the gift of tongues. നിങ്ങൾ പലർക്കും ദൈവം അന്യഭാഷയുടെ വരം. Wherever you go, you can keep on speaking tongues. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് അന്യഭാഷ ഉപയോഗിക്കാം. Because you're in Christ. കാരണം നിങ്ങൾ And ക്രിസ്തുയേശുവിലാണ്. because of the Lord Jesus Christ and His name and His blood, God listens to your prayer. ഓ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. This morning, church, it's a time that we are going to get
together for prayer. ഓ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥന കൂടുന്ന ഒരു സമയമാണിത്. Oh, the great things in this world were done because God raised up people to pray. ആമേൻ. ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ നടന്നത് പ്രാർത്ഥിക്കാൻ ദൈവം How ആളുകളെ many people are കൊണ്ടുവന്നു. ready to pray? എത്ര പേർ പ്രാർത്ഥിക്കാൻ When you ഒരുക്കമാണ്? exercise this gift of prayer, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വര you will ഉപയോഗിക്കുമ്പോൾ see great things in your life. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കാണും. You know, when people tell me, not about you, when people tell me nothing is happening, Pastor, we are not praying, I tell you need to pray even more. ആമേൻ. ചിലർ ഒന്നും നടക്കുന്നില്ല പാസ്റ്ററെ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അധികം പ്രാർത്ഥിക്കണം. Not with our minds. നമ്മുടെ മൈൻഡ് കൊണ്ടല്ല. With your mind, you can pray for 1 minute. മനസ്സുകൊണ്ട് 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റൂ. But with your spirit, ആമേൻ, നിങ്ങളുടെ ആത്മാവ് കൊണ്ട് you can pray endlessly. ഓ നിങ്ങൾക്ക് തുടർമാനമായി പ്രാർത്ഥിക്കാം. I don't know if many of you must have been there after the first 10-15 minutes. It's a take off time, then you are really flying. ആമേൻ ആമേൻ. അത് 10-15 മിനിറ്റ് കഴിയുമ്പോൾ ശരിയായിരിക്കും. Now for me, the problem was the first 10-15 minutes, just when I take off, somebody will call with an emergency. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം 10-15 മിനിറ്റ് ഇടയിൽ ആരെയൊക്കെ അത്യാവശ്യമായിട്ട് എന്നെ വിളിക്കും. So one of the things I'm going away, I will get such wonderful time with Jesus. ആമേൻ. ഞാൻ പോകുന്ന സമയത്ത് ദൈവവുമായി യേശുവുമായിട്ട് എനിക്ക് രഹസ്യമായിട്ടുള്ള സമയങ്ങൾ കിട്ടും. I tell you, lesser phone, more prayer. ആമേൻ. ഫോൺ കുറവാണെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റും. Let's pray more, pray more. ആമേൻ ആമേൻ. That is one of my great rewards when I go out of this city. One of the things, Lord, I get some time that the phone will not ring. ആമേൻ. ഞാൻ ഈ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പറയുന്ന ഒരു കാര്യം, കർത്താവേ ഇനി ഫോൺ എന്നെ ശല്യപ്പെടുത്തില്ല, എനിക്ക് നിന്റെ സന്നിധിയിൽ ഇരിക്കാൻ ഒത്തിരി സമയമുണ്ട്. Hallelujah. ഹല്ലേലൂയ. I can spend a little bit. Just when I'm talking to God, I have this, I have that, and I have this. I want to tell you, I love you, I want to listen from you. Suddenly comes the telephone. ആമേൻ. സാധാരണ കർത്താവിനോട് ഒത്തിരി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് And the telephone is an idol for many people. ഫോൺ അനേകർക്ക് ഒരു വിഗ്രഹം. I don't like to, I don't like to pretend that I'm not available when I am available. ഹല്ലേലൂയ. That's a lie. ഞാൻ അവൈലബിൾ ആയിരിക്കുമ്പോൾ അങ്ങനെ അല്ലെന്ന് അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല. That's a lie. I don't, if I want to stop the telephone, sometimes I don't say I have another call coming when there is no call coming. That is a lie of the devil. ഹല്ലേലൂയ സ്തോത്രം. ഒരാളുടെ ഫോൺ എടുക്കാതിരിക്കാൻ വേണ്ടി വേറൊരു ഫോൺ വരുന്നു എന്ന് പറയുന്നത് ഭോഷ്കാണ്. ഞാൻ ചെയ്യത്തില്ല. That is why when people keep on talking to me, I very politely wait, pray, Lord, let them be released, let them be healed. I don't avoid calls like that. ഹല്ലേലൂയ. ഞാൻ ഒരു കോളും ഒഴിവാക്കാറില്ല, കിട്ടുന്ന കോളുകളെല്ലാം എടുക്കാറുണ്ട്. Hallelujah. Praise the Lord. You pay a price for being righteous. Amen. ആമേൻ. നീതിമാനായി നിൽക്കണമെങ്കിൽ ഒരു വില കൊടുക്കണം. But the Lord fills you. എന്നാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. God always fills the righteous. ഓ നീതിമാനെ എപ്പോഴും ദൈവം നിറച്ചുകൊണ്ടിരിക്കും. Somebody shout an amen. Praise the Lord. Jesus looked up to heaven. യേശു സ്വർഗ്ഗത്തിലേക്ക് നോക്കി. When the miracle in your life is about to happen, begin to look up into heaven. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കുക. That is what Jesus did. We are called to follow Jesus in fashion. We are called to Jesus in substance. Follow Jesus in substance. എല്ലാത്തിലും യേശുവിനെ പിൻപറ്റാൻ നമ്മളെ വിളിച്ചിരിക്കുക. He looked up to heaven, number 1. യേശു ഒന്നാമത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി. 2, he blessed. രണ്ടാമത് യേശു If you are a person who looks up to heaven, you will be blessing other people. ആമേൻ. നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. You can be very sure about it. നിങ്ങൾക്ക് ഉറപ്പാക്കാം. If you truly are praying and having a fellowship with God, ദൈവവുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിൽ you will be blessing even your enemies. നിങ്ങളുടെ ശത്രുവിനെ പോലെ നിങ്ങൾ How അനുഗ്രഹിക്കും. many of you really feel that you shouldn't be praying for enemies? Come on. എത്ര പേർക്ക് ചിന്തയുണ്ട് ശത്രുവിനെ പ്രാർത്ഥിക്കേണ്ടെന്ന്? Come on. Let's be honest. നമുക്ക് ഹല്ലേലൂയ സത്യസന്ധരാകാം. Do you know why we feel insecure concerning our enemies? ശത്രുക്കളെ പറ്റി നമുക്ക് സെക്യൂരിറ്റി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? Because we are not secure where we should be secure. ആമേൻ. നമ്മൾ നമുക്ക് വേണ്ട സുരക്ഷിതത്വം നമുക്കില്ല. What if our enemy prospers? നമ്മുടെ ശത്രുവിന് അഭിവൃദ്ധി വന്നാലോ? Look at that. Praise God. ഹല്ലേലൂയ. Yeah. What if our enemy prospers? ശത്രുവിന് വലിയ അനുഗ്രഹം ഉണ്ടായാലോ? What if our slanderer, the one who was slandering us, prospers? നമ്മളെ ഒതുക്കാൻ ശ്രമിക്കുന്നതിന് വലിയ അനുഗ്രഹം ഉണ്ടായാലോ? Bless the Lord, oh my soul, and all that is within me. Bless His holy name. He has done great things. He has done great things. He has done great things. Bless the Lord, oh my soul. When your enemy is blessed, God has done a great thing. ശത്രു അനുഗ്രഹിക്കപ്പെടുമ്പോൾ ദൈവം ഒരു വലിയ കാര്യം ചെയ്യുക. Because God has brought a change in his life or her life. അവന്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ വ്യത്യാസം വരുത്തുകയാണ്. Are you happy to? You think God will bless somebody without changing them? ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ ദൈവം അനുഗ്രഹിക്കുന്നു So the വിചാരിക്കുന്നു. person has been blessed. ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ That means അതിന്റെ അർത്ഥം he has set things right before God. ആമേൻ. ചില കാര്യങ്ങൾ ആ വ്യക്തി ദൈവത്തിൽ ക്രമീകരിച്ചു, അതുകൊണ്ടാണ് അനുഗ്രഹം. Aren't you happy to see the work of the Lord happening in somebody else's life? മറ്റൊരാളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷമില്ലേ?
the devil doesn't like this message. I know it very well. ഹല്ലേലൂയ. പിശാചിന് ഈ സന്ദേശം ഇഷ്ടമില്ല. He is even now he's fighting it. I can sense that. ഹല്ലേലൂയ. പിശാചിനെ തടയാൻ ശ്രമിക്കുക. I tell you, if you don't like to see your enemy being blessed by God at the right time in the right way, you are sowing into your own destruction, and your generations will suffer for that. You don't understand this. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ശത്രു അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നാശം വിതയ്ക്കുകയും നിങ്ങളുടെ തലമുറകൾ അതിന്റെ ഫലം കൊയ്യുകയും ചെയ്യും. What you judge, generations will become like that. I want you to know this seriously. ആമേൻ. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. I want to explain that. Understand, this is a principle which I have seen in God. ദൈവസന്നിധിയിൽ ഞാൻ കണ്ട ഒരു തത്വമാണ്. When you hate your enemy, ശത്രുവിനെ നിങ്ങൾ വെറുക്കും. do you know that we are setting a standard for ourselves? നമുക്ക് തന്നെ നമ്മൾ ഒരു നിലവാരം സ്ഥാപിക്കുക. Amen. ഹല്ലേലൂയ. Who are we to judge other people? മറ്റൊരാളെ വിധിക്കാൻ നമ്മൾ ആരാ? He stands or falls to God. ദൈവസന്നിധിയിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. Let God lift them up. ദൈവം ആ വ്യക്തി ഉയർത്തട്ടെ. Maybe they hurt us. അവർ പക്ഷേ നമുക്ക് Maybe മുറിവേൽപ്പിച്ചു. they offended us. It is true. നമുക്ക് ഇടർച്ച കൊണ്ടുവന്ന് They കാണാം. did dirty things, bad things to us. തെറ്റായ കാര്യം ചെയ്ത് കാണാം. Don't you believe in a God who can set things right? എന്നാൽ അതിനെ നന്നാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? Now supposing you see your enemy's destruction in front of you. You see that your enemy is finished forever. Oh, they had a car accident and they died. I say, what happiness will it give to you? ഹല്ലേലൂയ. ഒരു നിങ്ങളുടെ ശത്രുവിന് എന്തെങ്കിലും ഒരു നാശമുണ്ടായ ആ വ്യക്തി തകർന്നു പോയാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷം ഉണ്ടാകുന്നേ? Are you happy? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? Do you know what is happening at that time? ആ സമയത്ത് എന്താ നടക്കുന്നത്? If your enemy dies in his or her sin, do you know where they're going? ആ ശത്രു നിങ്ങളുടെ ശത്രു തങ്ങളുടെ പാപത്തിൽ മരിച്ചാൽ എവിടെയാ അവർ പോകുന്നത്? They go to hell. അവർ നരകത്തിൽ പോകും. You say that as they deserve it. നമ്മൾ പറയും അവർക്ക് അത് വേണം. I tell you, the devil doesn't like this message. അല്ലെങ്കിൽ എനിക്കറിയാം പിശാചിന് സന്ദേശം ഇഷ്ടമല്ല. Listen to this carefully. ശ്രദ്ധിക്കുക. Now you said they go to hell, they got what they deserved. All right. When your generation comes, ഹല്ലേലൂയ. നമ്മൾ പറയും അവർക്ക് യോഗ്യമായത് അവർക്ക് കിട്ടി. the next generation comes of yours. നമ്മുടെ അടുത്ത തലമുറ വരുമ്പോൾ And if your children do not come under the covering of God, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനകത്ത് വരുന്നില്ലെങ്കിൽ would you like your children and your grandchildren to suffer the same fate which they had? അവർക്കുണ്ടായ അനുഭവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുമക്കൾക്കുണ്ടാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? God is a righteous God. ദൈവം നീതിയുള്ള ദൈവമാണ്. You wanted your enemy to perish in his sins because of something which they did. അവർ നിങ്ങളോട് ചെയ്ത എന്തോ നിമിത്തം അവർ നശിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. What if your children and your grandchildren begin to do the same thing? Will not the same judgment come upon your children and your grandchildren too? നിങ്ങളുടെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും അതേ കാര്യം ചെയ്താൽ അതേ ന്യായവിധി അവരുടെ മേലും വരികയില്ലേ? God has no partiality. ദൈവത്തിന്റെ പക്ഷഭേദമില്ല. Are you understanding the righteousness of God? ദൈവത്തിന്റെ നീതി If മനസ്സിലാവുന്നുണ്ടോ? my girls are not walking in righteousness as God wants them to, എന്റെ കുഞ്ഞുങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നില്ല, with whatever judgment I judge other people, God can punish them with the same judgment. ഞാൻ മറ്റുള്ളവരെ വിധിക്കുന്ന അതേ വിധിയാൽ എന്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വിധിക്കാൻ പറ്റും. Are you seeing light? സ്തോത്രം. വെളിച്ചം കിട്ടുന്നുണ്ടോ? That is why we should not condemn and judge people and desire that they should perish. That is not from the scriptures. That is not from the God. അതുകൊണ്ടാണ് നമ്മൾ ആരെയും കുറ്റം വിധിച്ച് തള്ളിക്കളയരുത്. അവരുടെ ന്യായവിധി നമ്മൾ കാത്തിരിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Saints, whatever you sow, you reap. I want you to know that. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് വിതയ്ക്കുന്നു അതാണ് നമ്മൾ കൊയ്യുന്നത്. Please understand this. Even if it may pain you a bit, നിങ്ങൾക്ക് ചില വേദന തോന്നിയാൽ പോലും keep on in prayer. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. God is a righteous God. ദൈവം നീതിയുള്ള ദൈവമാണ്. There is a school of thinking in Christianity. It comes from India. I know. It's a group of people who positively administer the destruction of your enemy. Shatru samharam. ശത്രു സംഹാരം പ്രത്യേക രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ട്. That means if you are a righteous person നിങ്ങൾ നീതിമാന and you are in the blood, നിങ്ങളെ രക്തത്തിൽ anybody who says one word against you will become ashes. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ ആരെങ്കിലും വാ തുറന്നാൽ അവര് ചാരമായി പോകും. That's a teaching like that in Kerala. I want to tell you. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. Rebuke it in Jesus. യേശുവിന്റെ നാമത്തിനായി Jesus came that they may have life and abundant life. When he died on the cross. ആമേൻ. യേശു വന്നത് സകലർക്കും ജീവനും സമൃദ്ധിയായ ജീവനും ഉണ്ടാകാനാ, സകലർക്കും വേണ്ടിയാണ്. People, are you understanding this? യേശു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? This is what God called us for. ഇതിനാ ദൈവം നമ്മളെ വിളിച്ചത്. That is why the missionaries from America and UK and India and Germany and France and all these people went all over the world willing to give their own lives that millions of people may come to the knowledge of Jesus. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലോകത്തിൽ നിന്ന് എല്ലാ അമേരിക്കൻ, ഇംഗ്ലണ്ടിൽ നിന്ന് ജർമ്മനിയിൽ നിന്നൊക്കെ മിഷണറിമാർ ലോകത്തിന്റെ അറുതി വരെയും പോയി തങ്ങളുടെ ജീവൻ തന്നെ അവർ മറുവിലയായി കൊടുത്ത് യേശുവിന്റെ സ്നേഹം അവരോട് പഠിപ്പിച്ചത്. Hello. സ്തോത്രം. Even if you don't feel like that love, think of your own children. ഹല്ലേലൂയ. ആ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കപ്പെടുന്നില്ലെങ്കിലും What happened to Samuel's children? ഹല്ലേലൂയ. അത് ഏലിയുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി? No. Samuel's children. ശമൂവേലിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് Did പറ്റി? you know that Samuel's children were as corrupt as Eli's children were?
ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ശമൂവേലിന്റെ മക്കൾ ഏലിയുടെ മക്കളെ പോലെ ഹല്ലേലൂയ സ്തോത്രം കൊള്ളരുതാത്തവരായിരുന്നു. Why? എന്തുകൊണ്ട്? Have you observed it? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Was not Eli a man of God? ഏലി ദൈവത്തിന്റെ മകനല്ലേ, ദൈവദാസനല്ലേ? Was he not anointed? I'm sorry, was not Samuel a man of God? ശമൂവേൽ ദൈവദാസനല്ലേ? Was he not anointed? അദ്ദേഹത്തിന് അഭിഷേകമില്ലേ? Do you know what the Holy Spirit says about Samuel? ശമൂവേലിനെ പറ്റി പരിശുദ്ധാത്മാവ് Not a പറയുന്നു, single word fell from him to the ground. That means all his ministry was fruitful. തന്റെ ശുശ്രൂഷ മുഴുവൻ വളരെ ഫലപ്രദമായിരുന്നു. And yet his children എങ്കിലും തന്റെ കുഞ്ഞുങ്ങൾ did not follow the path of the daddy. അപ്പന്റെ വഴിയെ പിന്തുടർന്നില്ല. I wondered, Lord, why? ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാ? When I wondered, I didn't ask him. I was thinking, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. this is my thought. This is my thought. എന്റെ ചിന്തയാണ്. Probably he was judging Phinehas, no, what is his name? Hophni and Phinehas in his heart. ഏലിയുടെ മക്കളായ ഹൊഫ്നിയും ഫീനെഹാസിനെയും ഈ മനുഷ്യൻ വിധിച്ചു കാണും. Probably Samuel thought like this. Look at that man of God. Look at Eli. Look at the way his children are behaving. What happened to Samuel? ഒരു സാധ്യത മാത്രമാണ്. അദ്ദേഹം ഇങ്ങനെ ഒരുപക്ഷെ ചിന്തിച്ചു കാണാം, ഈ ദൈവദാസനെ പുരോഹിതനെ തന്റെ മക്കളെ എങ്ങനെ വളർത്തുന്നേ, ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചു കാണാം. The Bible says, with whatever measure you measure to others, it will come back to you. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. That is why I tell the church, pray. Jesus said, pray for your enemies, love your enemies, bless them those who hate you, give good, do good to them. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്കായി പ്രാർത്ഥിപ്പീൻ, എല്ലാവർക്കും പ്രതിഫലം നോക്കാതെ എല്ലാവർക്കും ധാരാളമായി നന്മ കൊടുപ്പീൻ. Church, if somebody is hurting you, go and love them again. നിങ്ങളെ ആരെങ്കിലും മുറിപ്പെടുന്ന അവരെ വീണ്ടും പോയി If I personally keep away from some people, it is only for a purpose. At the right time, God will release things for me also. ഞാൻ ആരെങ്കിലും അകന്നു നിൽക്കുന്നെങ്കിൽ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രമേ എനിക്ക് അവരുടെ ഹൃദയത്തിൽ യാതൊരു എതിർപ്പുമില്ല, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Hatred is never part of this church. ഈ സഭയുടെ ഭാഗമല്ല ഒരിക്കലും വെറുപ്പും വിദ്വേഷവും. You can love people and bring them to the kingdom of God. ആളുകളെ സ്നേഹിച്ച് ദൈവരാജ്യത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. But if you hate people, നിങ്ങൾ അവരെ വെറുത്താൽ, if you don't release people, നിങ്ങൾ അവരെ സ്വതന്ത്രമാക്കില്ല, it is you yourself who is become limited in life. നിങ്ങൾ തന്നെ ജീവിതത്തിൽ പരിമിതപ്പെട്ട് ചുരുങ്ങി If you choose to love from today, turn to somebody and say, from today I choose to pray for my enemies. ഹല്ലേലൂയ. അടുത്ത ഒരാളിനോട് നോക്കി പറയുക, ഇന്ന് മുതൽ ഞാൻ എൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. Let this be a genuine thing. ഇത് യഥാർത്ഥമായിട്ടുള്ള കാര്യമാകട്ടെ. Let the breakthrough come in the revival church here in Philadelphia. റിവൈവൽ ചർച്ചിൽ ഇന്ന് ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. Lord, I want to see my enemies coming to the cross of Jesus Christ. കർത്താവേ, എൻ്റെ ശത്രു യേശുവിന്റെ ക്രൂശിലേക്ക് വരുന്നത് എനിക്ക് കാണണം. Let wisdom of God come into their hearts and minds. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിലേക്ക് ദൈവിക ജ്ഞാനം വരട്ടെ. When they have wisdom, they will bow down before Jesus and say, truly, he is the King of Kings and Lord of Lords. അവരുടെ ഹൃദയത്തെ ദൈവം തുറക്കുമ്പോൾ അവർ ദൈവം മുമ്പാകെ മുട്ടിൽ വണങ്ങിയിട്ട് പറയും, കർത്താവേ, നീയാണ് രാജാവും കർത്താവ്. All this is possible when we start looking up. That is ആമേൻ, the ആമേൻ. point. ഇതെല്ലാം നമ്മൾ ഉയരത്തിലേക്ക് നോക്കുമ്പോഴാണ് നടക്കുന്നത്. When you begin to look up, your vision begins to change. നമ്മൾ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ദർശനം മാറും. Pastor George, look forward. What do you see? ഹല്ലേലൂയ. പാസ്റ്റർ ജോർജ്, മുന്നോട്ട് നോക്കുമ്പോൾ നീ എന്ത് കാണുന്നു? What do you see? നീ എന്ത് കാണുന്നു? You see a camera. അവിടെ ഒരു ക്യാമറ You കാണുന്നു. see a video camera. ഒരു വീഡിയോ ക്യാമറ. When you look up, what do you see? ഉയരത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് You കാണും? see lights all over here. എല്ലായിടത്തും ലൈറ്റ് കാണും. There is a difference when you look up and a difference from what you look forward from. ആമേൻ. മുന്നോട്ട് നോക്കുന്നത് തമ്മിലും ഉയരത്തിലേക്ക് നോക്കുന്നത് തമ്മിലും വ്യത്യാസമുണ്ട്. David looked up. ദാവീദ് All ഉയരത്തിലേക്ക്, men of God looked up. ദൈവദാസന്മാർ ഉയരത്തിലേക്ക് നോക്കി. The psalmist said in Psalms 121, I will lift up mine eyes. From whence will my help come from? My help comes from the Lord which created heaven and earth. ആമേൻ. 124 സംഗീതക്കാരൻ പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം വരുന്ന എന്റെ ദൈവത്തിലേക്ക് എന്റെ കണ്ണ് ഉയർത്തുന്നു. You're a missionary church. നമ്മളൊരു മിഷണറി സഭയാ. Yes. ആമേൻ. When God tells you to go out, ഹല്ലേലൂയ, പുറത്തേക്ക് പോകാൻ ദൈവം നിങ്ങളോട് പറയുമ്പോൾ, I'm so happy to tell you, don't look at people. ആളുകളെ നോക്കരുത്. How much can George pastor give me? ഈ പാസ്റ്റർക്ക് എനിക്ക് എന്ത് തരാൻ How much പറ്റും? can this pastor give me? ഈ പാസ്റ്റർ എന്ത് തരാൻ How പറ്റും? much can this pastor give ഈ me? പാസ്റ്റർക്ക് എന്ത് തരാൻ പറ്റും? How much can that pastor give ആ me? പാസ്റ്റർ എന്ത് തരും? These are all looking at people looking at people, അല്ലെങ്കിൽ ആളുകളെ നോക്കുന്നു expecting. പ്രതീക്ഷയോടെ. Look at God. ദൈവത്തെ നോക്കുക. Lord, you call me to go into the mission field. You give it to me. കർത്താവേ, മിഷൻ ഫീൽഡിലേക്ക് അങ്ങനെ അയച്ചാൽ അങ്ങനെ എനിക്ക് തരും. Church, that is the tradition of this church. അതാണ് ഈ സഭയുടെ പാരമ്പര്യം. 2 months ago when I took the ticket, I took it by faith. 2 മാസം ടിക്കറ്റ് എടുത്ത വിശ്വാസം എടുത്ത. Same day somebody wrote a check and said, here pastor, I heard you're going, here, take it. I didn't tell him, he came to know. അന്ന് തന്നെ ഒന്നും പറയാതെ ഒരാൾ ചെക്ക് എഴുതി എനിക്ക് തന്നു. പാസ്റ്ററെ പോവാന്ന് കേട്ടു, ഇന്ന പൈസ. Praise the Lord, he gave me grace not to ask a single person. ആരോട് ചോദിക്കാതിരിക്കാൻ ദൈവം കൃപ തന്നു. Because my eyes are always on him. കാരണം എന്റെ കണ്ണെപ്പോഴും And കർത്താവിലാ. I am telling you, I'm going full.
ഞാൻ നിറഞ്ഞു പോവുകയാ, so full, വളരെ നിറഞ്ഞിരിക്കുക, money for everything. എല്ലാത്തിനും പണമുണ്ട്. Great testimony. വലിയ സാക്ഷ്യമാണ്. Somebody shout an amen. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Amen. That is our God. Look up, people. ആമേൻ, Look up. ആമേൻ. ദൈവജനമേ 12:30. ഉയരത്തിലേക്ക് നോക്കുക, ഉയരത്തിലേക്ക് നോക്കുക. We have to stop 12:30, right? You നമുക്ക് want to go on? How many people want to go നമുക്ക് on? നിർത്തണമല്ലോ. 5-10 minutes? Yes or no? Don't worry about me. I can fly. I can take another flight. Yes. Amen. Hallelujah. Jesus looked up. യേശു ഉയരത്തിലേക്ക് നോക്കി. Praise the And then what did he do? He blessed. Lord. യേശു അനുഗ്രഹിച്ചു. And now the miracle. ഇപ്പോഴാണ് അത്ഭുതം. 2 fish and 5 loaves. 2 മീനും 5 അപ്പവും. Can you imagine that serving there? അവിടുത്തെ ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് How ചിന്തിക്കാം. did that serving go? Watch this. This is the miracle. We'll stop in Amen, the next amen. 3 hours. Don't worry about it. So, come. Hallelujah. I want to show you how the serving Thank is. you, Lord. Turn this side. Good. Come. Thank you, Lord. Praise the Lord. Thank you. Well, All of you come. come on, money. Belong to Toda. Okay, now you Stotram. guys team Thank up there. അടുത്ത. Just stand there. You know? Now, who did Jesus? Yes, Chris, come on. That's the right thing. Praise the Lord. See, that's the right thing. Taking a step of faith. Clap your hands and praise the Lord. Hallelujah. Hallelujah. Pastor Chris, nice meeting you. Praise the Lord. Hallelujah. Praise the Lord. Okay? Now, you see, who did Jesus tell to give? ആരോടാണ് യേശു പറഞ്ഞു കൊടുക്കാൻ? Jesus did not serve. Listen to this. യേശു വിളമ്പില്ല. He told the disciples to serve. ശിഷ്യന്മാരോട് പറഞ്ഞു വിളമ്പാൻ. Hallelujah. Only one person here. ഒരു ശിഷ്യൻ. None of you are hungry. Praise the Lord for you. കാർഗ വെച്ച്. സ്തോത്രം. Thank you. താടി വെക്കണം. വെപ്പിക്കും ഞാൻ. Hallelujah. Okay. Praise the Lord. So you see, now the disciples went. Amen. What all did they have? ശിഷ്യന്മാർ പോയി, അവരുടെ കയ്യിൽ എന്തുണ്ട്? Okay. So let's say Peter is going in front. ആമേൻ. നോക്കുക, പത്രോസ് മുന്നേ പോകും ചിന്തിക്കുക. And then you have Andrew and the others behind. പുറകിൽ അന്ത്രോസും മറ്റൊരു ശിഷ്യന്മാരുണ്ട്. See, Peter is going in front. Praise the Lord. Now every time he comes to minister, Praise the Lord. you have 5 loaves and 2 fish. ആമേൻ. ശുശ്രൂഷിക്കാൻ വരുമ്പോൾ വീണ്ടും 5 അപ്പം 2 But the മീനും. people have been sitting in that place for 3 or 4 hours. 3-4 മണിക്കൂർ ആളിലിരിക്കുക. You think they'll be happy with one ichiri small piece? ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് ഇച്ചിരിയും കിട്ടിയോണ്ട് സന്തോഷം ഉണ്ടാവും. Chris is doing his own ministry here. Okay, watch this. ഹല്ലേലൂയ. To each person, these disciples would have started giving. ആമേൻ. ഓരോരുത്തർക്കും ശിഷ്യന്മാർ കൊടുക്കാൻ തുടങ്ങി കാണും. And when it almost become empty, when 2 fish were given to, let's say, Shane, ഹല്ലേലൂയ. ഷെയ്ൻ 2 മീൻ he കൊടുത്തപ്പോൾ asked for 2 more. രണ്ടോട് ചോദിച്ചു. Hallelujah. ആമേൻ. So the disciples said, see, if we are going to give you 2 more, what about the rest of the people? ശിഷ്യന്മാർ രണ്ടോട് നിനക്ക് എന്നാ മറ്റുള്ളവർക്ക്. That is an attitude of lack. ഹല്ലേലൂയ. അതില്ലായ്മയുടെ മനോഭാവമാണ്. See, looking at things, Chris, come here. Looking at things as it is, ഹല്ലേലൂയ. ഉള്ളതുപോലെ കാര്യങ്ങളെ കാണുന്നത്, and speaking it out, അതിനെ is an സംസാരിക്കുന്നു. attitude of lack. അതില്ലായ്മയുടെ സ്വഭാവമാണ് But സംസാരം. Jesus did not say you should do that. യേശു അങ്ങനെ ചെയ്യരുതെന്ന് He told പറഞ്ഞില്ല. his disciples, ശിഷ്യന്മാരോട് പറഞ്ഞു, you go and keep on giving. നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. So Peter understood that. പത്രോസിന് മനസ്സിലായി, James understood that. യാക്കോബിന് മനസ്സിലായി, Andrew understood that. അന്ത്രയോസിന് They മനസ്സിലായി. began to take. Here, Shane, you want 2 more? Take. Here, you take. As they began to serve, more and more and more food began to come into that plate. ആമേൻ. ആളുകളുടെ ആവശ്യം പോലെ ഇഷ്ടം പോലെ അവർക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ പാത്രങ്ങളിൽ അത് വലിയ വർധനവുണ്ടായി. Now supposing, listen, it's okay. Now supposing Peter said, ഒരുപക്ഷേ പത്രോസ് ഇങ്ങനെ പറയുക, 2 fish has already been taken by Shane. ഷെയ്ൻ 2 മീൻ കൊടുത്ത, Lord, give me more. കർത്താവേ അധികം തരണമേ. Do you think Jesus would have answered that prayer? യേശു ഉത്തരം കൊടുത്തേനെ. Jesus said, I've told you to do it. You just do it. യേശു പറയും, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. Because the miracle has already been released. കാരണം അത്ഭുതം നടന്നു കഴിഞ്ഞു. You just flow in the miracle. നീ അത്ഭുതത്തിൽ ഓപ്പറേറ്റ് ചെയ്താൽ മതി. Don't look back and say, Lord, I see there is nothing. I see. God said, don't say what you see. You Amen, speak and do what I told you to do. ആമേൻ. തിരിഞ്ഞു നോക്കി ഇല്ലായ്മ പറയുകയല്ല, ഞാൻ നിന്നോട് പറഞ്ഞ് ചെയ്താൽ മതി, അത്ഭുതം നടന്നുകൊണ്ടിരിക്കും. Don't go and look into that bank account. ബാങ്ക് അക്കൗണ്ട് നോക്കിക്കൊണ്ടിരിക്കണ്ട. Every day. ഓരോ ദിവസവും. What's the balance today? ഇന്നത്തെ ബാലൻസ് എത്ര? Is it enough? ഇത്രയും മതിയോ? Is it enough? ഇത്രയും മതിയോ? Is it enough? I tell you, if you live like that, you will never have enough. നിങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഒരിക്കലും ഇഷ്ടം പോലെ Look at കാണുന്നില്ല. God who gave you the job. ദൈവമാണ് നിങ്ങൾക്ക് ജോലി Look തരുന്നത്. at God, what God said, I will provide for you and He will provide for you. ആമേൻ. നിങ്ങൾക്ക് തരുമെന്ന് ദൈവം പറഞ്ഞ ദൈവം നിങ്ങൾക്ക് തരും. With that attitude of faith, when you go in Jesus' name, when you go like that, what happens? You will begin to see replenishments. The food
the fish, the loaves, everything will be there. ആമേൻ ആമേൻ. ആ മനോഭാവത്തോടെ കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ പാത്രത്തിനുള്ളിൽ വർദ്ധനവ് നിങ്ങൾ കാണും. ദൈവം വീണ്ടും വീണ്ടും അതിനെ നിറയ്ക്കും. It's okay. Listen, never doubt when you serve. അല്ലെ, ശുശ്രൂഷിക്കുമ്പോൾ ധൈര്യം, Never doubt when you give. സംശയിക്കരുത്. കൊടുക്കുമ്പോൾ Even if the last thing is what you have, give it, brother. അവസാനത്തെ പീസ് ആണെങ്കിലും കൊടുക്കണം. But give it with an attitude of faith. വിശ്വാസത്തോടെ കൊടുക്കണം. Yes, when you serve, many of you are getting ready for ministry. നിങ്ങൾ പലരും ശുശ്രൂഷയ്ക്ക് ഒരുങ്ങിയ. I'll tell you a secret. ഞാൻ രഹസ്യം പറയാം. You think you are spoken for 3 messages a day. നിങ്ങൾ വിചാരിക്കും 3 സന്ദേശം ഒരു ദിവസം And പറഞ്ഞിട്ടുണ്ട്, you think that is enough. അത്രയും മതിയെന്ന് വിചാരിക്കുക. I preached 3 messages. 3 സന്ദേശം പറഞ്ഞു. Suddenly somebody will call. വേറൊരാൾ വിളിച്ചു, Anechaya, can you come home and preach a message? അതിനുശേഷം ഒരു മെസ്സേജ് പറയണം. What will you say? എന്ത് പറയും? I have not prepared enough. എനിക്ക് ഒരുങ്ങിയിട്ടില്ല. If you say that, അങ്ങനെ പറഞ്ഞാൽ the oil will stop. ഹല്ലേലൂയ, എണ്ണ നിന്ന് പോകും. When you say, yes, I'm ready. ആമേൻ. ഒരുക്കമാണെന്ന് പറയുമ്പോൾ, Speaking you from life. ആമേൻ, ജീവിതത്തിൽ നിന്ന് പറയുക. I've spoken at least 8 messages a Sunday. ഒരു സൺഡേയിൽ 8 മെസ്സേജ് I never said no when somebody calls me, Pastor, can you speak? Yesterday somebody called me at the last moment. Amen. At 10 o'clock they call me, at 9:59 they call me and say, can you share a message now? ഹല്ലേലൂയ. അവസാന നിമിഷത്തിൽ ഒരാൾ വിളിച്ചു. We had just a wonderful prophetic time in our pastor's house yesterday, Pastor George's house yesterday. You should have seen Anecha, and he was flowing in the. Did you sense that? Praise the Lord. He was flowing in the prophetic. Hallelujah. You should have been there. You should have seen your dad yesterday. Amen. Amen. Flowing in the prophetic. Hallelujah. After that wonderful time we had, suddenly we hear somebody calls me. Can you share the word of God? പെട്ടെന്ന് ഒരാൾ വിളിച്ചു, അതിനെ പറയുവാൻ. What do you tell him? എന്ത് പറയും? But I said, the Lord has told me, open your mouth and I'll fill it. ആമേൻ. എനിക്കറിയാം, വാ തുറക്കുമ്പോൾ ദൈവം നിറയ്ക്കും. And you go with that faith. അവിശ്വാസത്തോടെ പോവുക. That is what you see here. അതാണ് ഇവിടെ കാണുന്നത്. The same thing. അതേ കാര്യം. He who has promised will consistently give you. ആമേൻ. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തവൻ അത് നടത്തി തരും. He will never disappoint you. അവൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല. Has he told you to serve? അല്ലേ, ശുശ്രൂഷിക്കാൻ പറഞ്ഞു, go serve. അങ്ങനെ ചെയ്യുക. Has he told you to give? നിങ്ങൾ കൊടുക്കുമ്പോൾ keep doing that. അത് ചെയ്തുകൊണ്ടിരിക്കുക. Can you tell me of a similar miracle in the Bible? Thank you kids. Hallelujah. 2 of them are there. Go back. You can go back. God bless you, my ഇതുപോലുള്ള വേറൊരു അത്ഭുതം കൂടെ ദൈവത്തിനുണ്ട്, അറിയാം. 2 of them, 2 more miracles like this. ഇതുപോലുള്ള 2 As you continue to give, as you continue to give, as you continue to serve, as you continue to walk in the miracle, that substance continues to grow. Can you tell me? Remember what Elijah did. Amen. നിങ്ങൾ അത്ഭുതത്തിൽ നടക്കുമ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസാൽ the word of the Lord came to the lady in Sarephath. സരാപത്തിലെ വിധവയ്ക്ക് ദൈവത്തിന്റെ വചനം ഉണ്ടായി. He said, this shall not go dry or empty till the Lord sends rain again. ദേശത്തെ മഴ പെയ്യുന്നതുവരെ നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, കലശത്തിൽ എണ്ണയും കുറയത്തില്ല. Can you remember what Elisha did? ഏലിയാവ് എന്താ ചെയ്തത്? There was a lady who had no money. ഒരു സഹോദരി ഉണ്ടായിരുന്നു, പണമില്ല. Her children were going to the creditor. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കടക്കാരെ വിട്ട് വാങ്ങിക്കാൻ. What do you have? What do you have? ഹല്ലേലൂയ. അതെ, ഏലിയാവ് ചോദിച്ചു, നിങ്ങളുടെ എന്തുണ്ട്? She said, a small pot of oil. ഒരു ചെറിയ പാരടി എണ്ണ മാത്രം. Elisha said, that is enough. ഏലിയാവ് പറഞ്ഞു, അത് മതി. I feel like speaking in Malayalam. സ്തോത്രം 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 സ്തോത്രം. അല്പമെങ്കിലും അറിയാവോ? ആമേൻ ആമേൻ. Do you know? പറയാൻ അല്പം Oh, do you know little bit how to praise God? You know to speak at least one word of the scripture. ദൈവവചനത്തിന്റെ ഒരു വാക്യം അറിയാമോ? That is enough, precious. അത്ര മതി. Give it to the Lord, he will bless you. ഉള്ളത് ദൈവത്തിന് കൊടുക്കുക, ദൈവം അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ give it to the Lord. കർത്താവിന് കൊടുക്കുക. Hallelujah. ആമേൻ. Give it to the Lord. കർത്താവിന് കൊടുക്കുക. In Jesus name. ആമേൻ. Hallelujah. ആമേൻ. You will begin to see increase. ആമേൻ. നമ്മൾ വർധന കാണാൻ പോവുക. Keep serving. നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. I've released many people in the church to go and minister to other people. ഞാൻ സഭയിൽ അനേകരെ സ്വതന്ത്രരാക്കി. Many of them feel, we are not yet qualified. ഒരു അനേകർ യോഗ്യതയില്ലെന്ന് I പറഞ്ഞിരിക്കുന്നു. have good news for you. എനിക്ക് സന്ദേശമുണ്ട് പറയാൻ. Thank God because you are not qualified in a human way. മാനുഷികമായ നിലയിൽ നിങ്ങൾക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് God has anointed you. God has qualified you. God has equipped you. Why should you stop, people of God? ആമേൻ. ദൈവം നിങ്ങളെ നിറച്ചിരിക്കുക. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. As you give, he will give you more. നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം അധികം തരും. It can be anything. എന്തുമാകട്ടെ. It can be finances. പണമാകട്ടെ. It can be your talent. ടാലന്റ് It ആകട്ടെ. can be your time. സമയമാകട്ടെ. But don't hold back. എന്നാൽ പുറകോട്ട് നിൽക്കല്ലേ. When you hold back, പുറകോട്ട് നിൽക്കുമ്പോൾ the oil stops. എണ്ണ നിന്ന് When you go forward, മുന്നോട്ട് പോകുമ്പോൾ, that is why the devil tries to stop many of you from prophesying when you should prophesy. അതുകൊണ്ടാണ് നിങ്ങൾ പ്രവചിക്കാൻ പോകുമ്പോൾ പലരും പിശാച് തടയുന്നത്. Don't speak. You don't feel like prophecy today. I never felt like prophesying in a day. ഹല്ലേലൂയ. എനിക്ക് പ്രവചിക്കാൻ പ്രത്യേകം തോന്നാറില്ല. It's not about feeling. അത് നമ്മുടെ അനുഭവമല്ല. I didn't feel like anything. എനിക്കൊന്നും പെട്ടെന്ന് We അനുഭവപ്പെടുന്നില്ല. move in the anointing by faith. ആമേൻ. അഭിഷേകത്തിൽ നമ്മൾ വിശ്വാസത്താൽ പോവുക. God has told me that this church will be a victorious
victorious church. ദൈവം എന്നോട് പറഞ്ഞു ഈ സഭ ഒരു ജയത്തിന്റെ സഭയായിരിക്കും. And it will be a victorious അങ്ങനെ church. തന്നെ ആയിരിക്കും. We have seen many situations when the devil tried to make us think that we were losing, but we won. നമ്മൾ പരാജയപ്പെടുകയാണ് നമുക്ക് തോന്നത്തക്ക രീതിയിൽ പിശാച് പല ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവം നമുക്ക് ജയം തന്നു. And it's going to continue. ആ ജയം തുടരും. I refuse to believe that anything will happen to our people. ദൈവജനത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത് വിശ്വസിക്കാൻ എനിക്ക് മനസ്സില്ല. We already have seen 5 deaths removed from our church. നമ്മുടെ സഭയിൽ 5 മരണങ്ങളെ കർത്താവ് എടുത്തു മാറ്റി നമ്മൾ Because the Lord gives us life and abundant life. കാരണം യേശു ജീവനും സമൃദ്ധിയായ And we ജീവിതം flow in the life. ജീവനിലേക്ക് ഒഴുകും നമ്മൾ. I hath not seen nor ear heard what God has kept for his children. ദൈവം തന്റെ കുഞ്ഞുങ്ങൾ കണ്ട് ഒരിക്കലും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. George brother, twice life and abundant life was given to you. Amen. ആമേൻ. ജോർജ് ബ്രദർ എത്രയോ തവണ കർത്താവ് അധിക സമൃദ്ധിയായ ജീവൻ Give me കൊടുക്കും. more. അധികം കൊടുക്കും. I'm not against doctors. ഞാൻ I'm ഡോക്ടർക്കെതിരല്ല. not against medical science. മെഡിക്കൽ സയൻസ് But എതിരല്ല. precious people, do not let them dictate terms on you. എന്നാൽ അവർ നിങ്ങളുടെ മേൽ വ്യവസ്ഥകൾ സ്ഥാപിക്കരുത്. Let their observation be anything. അവരുടെ നിരീക്ഷണം എന്തുമാകട്ടെ. Maybe you have to use medicines, very good. നിങ്ങൾക്ക് മരുന്ന് ഉപയോഗിക്കണമായിരിക്കും, നല്ലതാ. But don't stop believing that God will raise you up and lift you up and make you a champion in Jesus name. എന്നാൽ കർത്താവ് നിങ്ങളെ ഉയർപ്പിച്ച് വിശ്വാസത്തിന്റെ ഒരു പോരാളിയാക്കി തീർക്കുവാൻ നിങ്ങൾ അത് വിശ്വസിക്കാൻ മടിക്കരുത്. Go flow in the anointing. അഭിഷേകത്തിൽ ഒഴുകണം. In the days we are going to see amazing things. Can we stand up in the presence of പരദേശങ്ങളിൽ God? വലിയ കാര്യങ്ങൾ കാണാൻ പോവുക. Flow in the anointing. അഭിഷേകത്തിൽ ഒഴുകുക. There's going to be a big move of the Holy Spirit in the United States of America. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവർത്തനം അമേരിക്കയിൽ There are ഉണ്ടാകും. many saints of God who have been praying for that. അതിനായിട്ട് അനേക വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുക. The revival this time will be headed by the Lord Jesus Christ himself. യേശു കർത്താവ് തന്നെ നേതൃത്വം കൊടുക്കുന്ന ഉണർവ് അമേരിക്കയിൽ And he's ഉണ്ടാകും. going to do it through the nations. അത് എല്ലാവരും കൂടി ദൈവം ചെയ്യും. And we are going to be part of it. നമ്മൾ അതിന്റെ ഭാഗമായിരിക്കും. The Lord has called us into the leadership of that. അതിന്റെ മുന്നണിയിലേക്ക് ദൈവം നമ്മളെ We want to വിളിച്ചിരിക്കും. stand on that. നമുക്ക് അതിന്മേൽ നിൽക്കണം. Greater glory is going to be revealed in our midst. നമ്മുടെ മേൽ അധികം ദൈവതേജസ്സ് വെളിപ്പെടാൻ പോവുകയാണ്. Believe and move forward. വിശ്വസിച്ച് മുന്നോട്ട് പോവുക. The anointing flow. അഭിഷേകം If ഒഴുകട്ടെ. you are called to teach, teach. നിങ്ങളെ പഠിപ്പിക്കാൻ വിളിച്ചെങ്കിൽ If you പഠിപ്പിക്കുക. are called to prophesy, prophesy. പ്രവചിക്കാൻ വിളിച്ചെങ്കിൽ പ്രവചിക്കുക. If you are called to plant churches, plant churches. സഭ സ്ഥാപിക്കാൻ വിളിച്ചെങ്കിൽ അങ്ങനെ ചെയ്യുക. If you are called to give, give. കൊടുക്കാൻ വിളിച്ചെങ്കിൽ കൊടുക്കുക. If you are called to love, greatest call, go and love. സ്നേഹിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിളി. മറ്റുള്ളവരെ സ്നേഹിക്കുക. The anointing is thick here. ഇവിടെ അഭിഷേകം വളരെ The ശക്തമാണ്. anointing is here. I don't say it's so ഓ thick. ഹല്ലേലൂയ. The anointing is here. കർത്താവിന്റെ സാന്നിധ്യം ശക്തമായിട്ട് ഇവിടെ ഉണ്ട്. If you sense His anointing, if you sense His power on you, I want you to lift up your hands and Praise give the Lord. glory to ദൈവ God. സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തി കർത്താവിനെ സ്വാഗതം The ചെയ്യുക. Lord has been released with power. ഓ ദൈവ ശക്തി സ്വതന്ത്രമാക്കുക. Make a surrender to the Lord Jesus today. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുക. Say, Lord, I want to walk in the anointing. കർത്താവേ എനിക്ക് അഭിഷേകത്തിൽ നടക്കണം. I want to flow in the anointing. അഭിഷേകത്തിൽ ഒഴുകണം. Move me to greater levels of your glory. അധികം തേജസ്സിലങ്ങനെ നടത്തണം. But you did not come here by accident. നിങ്ങളുടെ ആരും യാദൃശ്യമൊന്നുമല്ല. Today is the day God wanted you to be here. ഇന്ന് നിങ്ങളിവിടെ ആയിരിക്കണം ദൈവത്തിന് ഇഷ്ടമായിരുന്നു. Because there is something fresh today. കാരണം പുതിയ നിങ്ങൾക്ക് ചില തരാനുണ്ട്. You have ദൈവത്തിന്. heard the scripture before. നിങ്ങൾ ഈ സുവിശേഷം കേട്ടിട്ടുണ്ട്. You know what it means. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. But today you heard that this must continue. Go on. എന്നാൽ ഇന്ന് നിങ്ങൾ കേട്ടു ഇത് തുടർന്ന് Do ഒഴുകിക്കൊണ്ടിരിക്കണം. not let the enemy stop you. ഓ ദുഷ്ടൻ നിങ്ങളെ തടയാൻ പാടില്ല. The only way the enemy can stop you is by making you to hate somebody. മറ്റൊരാളെ വെറുക്കുന്നതിൽ കൂടെ മാത്രമേ ശത്രു നിങ്ങളെ തടയാൻ സാധിക്കത്തുള്ളൂ. Our calling is faith working through love. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. Faith working through love. സ്നേഹത്തിൽ കൂടെ വ്യാപരിക്കുന്ന വിശ്വാസം. Take somebody else's hand near you നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിക്കുക. and then start praying now. ആ വ്യക്തിക്ക് വേണ്ടി We പ്രാർത്ഥിക്കുക. heard 2 things today. അതാണ് ഇന്നലെ നമ്മൾ ചെയ്തു. Number 1, ഒന്നാമത് look up as you have never looked up before. ഇതുവരെ ഉയരത്തിൽ നോക്കാത്തതുപോലെ ഒന്ന് നോക്കുക. Let us look up and give praise to our God. ഓ ഉയരത്തിലേക്ക് നോക്കി ദൈവത്തിന് സ്തുതി കൊടുക്കുക. Say, Lord, I want to give you praise. സ്തുതിക്കുന്നു. I want to be praying as you have never prayed before. ഇതുവരെ പ്രാർത്ഥിക്കാത്തതുപോലെ എനിക്ക് പ്രാർത്ഥിക്കണം. I want to be a nation changer. എനിക്ക് രാജ്യങ്ങളെ I want to go to the nation. എനിക്ക് രാജ്യങ്ങളിലേക്ക് പോകണം. I want to see the glory of the Lord unveiled in my life. I want to see a holy God. എനിക്ക് വിശുദ്ധനായ I want to see miracles from my life. എന്റെ ജീവിതത്തിൽ I want to see His power. Keep praying, people. Keep I can sing of your love forever.